മാളികപ്പുറം എൻ്റെ ഒരു തുടക്ക ചിത്രമായിരുന്നു. എനിക്ക് വളരെയധികം എന്താ പറയുക, സപ്പോർട്ടും ഇമോഷണലായിട്ടും എല്ലാമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഉണ്ണിമുത്തൻ. അതില്ല എന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. കാരണം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പല രീതിയിലും ഒരു ക്രിട്ടിക്കൽ കോൾ എടുക്കാനായിട്ടുള്ള സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ഉണ്ണിമുത്തൻ. പക്ഷെ ഉണ്ണിമുത്തൻ മാത്രമല്ല, ആ പടത്തിൽ വർക്ക് ചെയ്ത ക്യാമറമാൻ ആയിട്ടുള്ള വിഷ്ണു നമ്പൂതിരി ആണെങ്കിലും ഇപ്പോൾ റൈറ്റിംഗ് സ്കെയിലായിട്ടുള്ള ചില സീൻസ് ഒക്കെ നമുക്ക് 2 ദിവസം ചാർട്ട് ചെയ്ത് 1 ദിവസം കൊണ്ട് തീർക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അഭിലാഷ് ചേട്ടൻ അതിനൊരു പോംവഴിയായിട്ട് വരുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പല ഒപ്പീനിയൻസും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണി അതിൽ കുറച്ചുകൂടി എന്നെ, കാരണം അന്നൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു നമ്മളന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മാത്രമല്ല, തുടക്കക്കാരെയുള്ള എല്ലാ സിനിമാക്കാരെയും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ചീഫായിട്ടുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഉണ്ണിയായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അത് വേണ്ട എന്ന് തീർത്തും പറഞ്ഞു. അതിൻ്റെ ഒരു ഈഗോയിലാണ് ഇത് മൊത്തം ട്രിഗർ അയക്കുന്നത്. എനിക്കത് ഞാനതൊരു എന്താ പറയുക, ഒരു ഇത് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ ഞാനത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾ അതിനായിട്ട് സംസാരിക്കാൻ വരുന്നതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതവന് ഭയങ്കരമായിട്ട് അവനോട്ട് പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ കട്ട് ആൻഡ് റൈറ്റായിട്ട് നോ പറയുകയും ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്. അതിനൊക്കെ ഒരു ദിവസം പിണങ്ങി സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സെറ്റിന്റെ സമയത്ത്, ഷൂട്ടിന്റെ സമയത്ത്. എന്നിട്ടും നമ്മൾ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ പിണക്കൊക്കെ മാറ്റി വീണ്ടും പ്രൊമോഷന് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം ഉണ്ണിയുടെ ഒരു പ്രൊമോഷൻ കൊണ്ട് കൂടിയാണ് ഇപ്പൊ ഈ പറയുന്ന പല ഫിഗേഴ്സും എത്തിപ്പെടാൻ സാധിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സ്ഥാനത്തിൽ എത്താനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ മാളികപ്പുറമാണെന്ന് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന സംവിധാനമാണ് ഞാൻ. അപ്പോ പിന്നീടുണ്ടായിരുന്ന ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം വീണ്ടും അവന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയാ, ഇതെല്ലാം സംസാരിച്ച് തീർന്നതല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് അവന്റെ മനസ്സിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് ചേട്ടൻ പറഞ്ഞു അറിയുന്നു. ഇപ്പോ ഞാനത് എന്താ പറയുക, ഈ പറയുമ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. ഇനിയിപ്പോ നേരിട്ട് ഞാൻ നേരിട്ട് പോയി ചോദിച്ചിട്ടില്ല. എന്നോട് പറയുന്നത് മുരളിച്ചേട്ടനാണ്, ഇവൻ നിന്റെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നോട് മുരളിച്ചേട്ടനാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് ഇങ്ങനെ കറങ്ങിയെന്നുള്ള സാധനമാണ് പുള്ളി എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഷൂട്ടിന് മുമ്പേ മുരളിച്ചേട്ടൻ ഈ കാര്യം എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഏതൊരു കൊച്ചിനും മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. അത് അത് എനിക്ക് ഓർപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതില് അദ്ദേഹത്തിന്റെ പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നു.